പിന്നെ ഇവർ തമ്മിൽ കാണാറില്ല. എന്നാൽ ഈ പഞ്ചിലി കുടുംബ സംഗമം ഏകദേശം 6 മാസം മുമ്പ് സജീവമായി തുടങ്ങി ഈ ഏരിയ സമ്മേളനങ്ങളിലൂടെ കടന്നു വന്ന് സംഘാടക മികവും ജനപങ്കാളിത്തവും കൊണ്ട് വിപുലമായി വരികയാണ്. ഓരോ സംഗമം കഴിയുമ്പോഴും അത് കൂടുതൽ കൂടുതൽ അറിയുകയാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഈ വാട്സപ്പും മൊബൈലും ഒക്കെ ഉള്ള ഈ കാലത്ത് നമുക്ക് അന്യരാജ്യങ്ങളിലുള്ള ആളുകളുമായി വളരെയധികം ബന്ധമുണ്ട്. ദൂരെയുള്ള നമുക്ക് ഭൂഖണ്ഡങ്ങളിൽ താമസിക്കുന്ന ആളുകളുമായി വാട്സപ്പിലും മൊബൈൽ ഫോണിലൊക്കെ സംസാരിക്കാൻ കഴിയും. എന്നാൽ തൊട്ടടുത്ത റൂമിൽ ആരാണ് താമസിക്കുന്നത്, എന്താണ് അവൻ്റെ ബുദ്ധിമുട്ട്, എന്താണ് അവൻ്റെ സുഖം ദുഃഖം എന്നറിയാത്തൊരവസ്ഥ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഈ കുടുംബ സംഗമം ആരംഭിച്ചപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും പല പരിപാടികളിലും പങ്കെടുത്തപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഈ കോട്ടക്കലുള്ള പഞ്ചലിങ്ങൾ ആരാണ്, അല്ലെങ്കിൽ പൊന്മളുള്ള പഞ്ചലിങ്ങൾ ആരാണ്? അപ്പോൾ ഞാൻ പറയും, അവരൊക്കെ എൻ്റെ ബന്ധുക്കളാണ്, എൻ്റെ വല്യമ്മാൻ്റെ ഒക്കെ ആരെങ്കിലും ആയിരിക്കും, എൻ്റെ വല്യപ്പയും വല്യമ്മയൊക്കെ പഞ്ചലിയാണ്, ഇവരൊക്കെ ആരെങ്കിലും ആയിരിക്കും എന്ന് ഞാനും പറയും. പക്ഷേ ഇപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും, ഈ കോട്ടക്കലുള്ള പഞ്ചലികൾ ആരാണ്, പൊന്മളുള്ള പഞ്ചലികൾ ആരാണ്, എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. ആരൊക്കെയാണ് എൻ്റെ സഹോദരിമാർ, ആരൊക്കെയാണ് സഹോദരന്മാർ എന്ന് പറയാൻ കഴിയും. അതാണ് ഇതുകൊണ്ടുണ്ടായ ഏറ്റവും വലിയൊരു ഗുണം എന്ന് ഞാൻ ആദ്യം കരുതുകയാണ്. ഇപ്പോൾ ഇവിടെ കൂടിയ നിങ്ങളൊക്കെ ഇത് തുടങ്ങാൻ കുറച്ച് വൈകിയെങ്കിലും ആ സമയം കൊണ്ട് തൊട്ടടുത്ത സീറ്റിലിരിക്കുന്നത് ആരാണ് എന്ന് നിർബന്ധമായും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടണം. അതിനുകൂടിയാണ് നമ്മൾ ഈ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോകലല്ല നമ്മുടെ ഉദ്ദേശം. ആരാണ് അടുത്ത സീറ്റിലിരിക്കുന്ന സഹോദരൻ, ആരാണ് അടുത്ത സീറ്റിലിരിക്കുന്ന സഹോദരി എന്ന് പരിചയപ്പെടണം. ഈ പഞ്ചിലി കുടുംബം ഏകദേശം ഈ കോട്ടക്കൽ ആട്ടീരി ഭാഗത്ത് 600 വർഷത്തോളം പഴക്കം നമ്മളെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത്രത്തോളം പഴക്കം പൊന്മളയിലും കണ്ടെത്തിയിട്ടുണ്ട്. 600 വർഷത്തെ പഴക്കം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മളെ ഗൾഫിലുള്ള സഹോദരന്മാർ ജിദ്ദയിൽ കുടുംബസംഗമം നടത്തിയപ്പോൾ അവർ പറയണു, പിന്നെ യമനിൽ പഞ്ചിലി എന്ന ഇനീഷ്യലുള്ള അറബികളെ കണ്ടെത്തിയെന്ന് പറയണു. അപ്പോൾ യമനിൽ നിന്നാണ് നമ്മളെ പൂർവികർ കേരളത്തിലേക്ക് വന്നത് എന്ന് പറയുന്നു. ഞാനത് വിശ്വസിക്കുകയാണ്. കാരണം നമ്മളെ കുടുംബത്തിൽ ഞങ്ങൾ ഇപ്പോൾ ഏകദേശം 500ഓളം പഞ്ചിലി കുടുംബങ്ങളെ വിവിധ ഭാഗങ്ങളിലായി മലബാറിലായി ഞങ്ങൾക്കെല്ലാവർക്കും നമ്മളെ കേന്ദ്ര കമ്മിറ്റിയിലെ നമ്മുടെ എല്ലാ സഹോദരന്മാരും സഞ്ചരിച്ച് കണ്ടെത്തിയപ്പോൾ ധാരാളം പേര് ദീനിയായ കുടുംബക്കാരായിട്ട് മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായിട്ടും യമനിൽ നിന്ന് നമ്മളെ പ്രബോധനത്തിന് വേണ്ടി വന്ന ആളുകളുടെ പിന്തുടർച്ചക്കാരായിരിക്കും എന്ന് എനിക്ക് അതുകൊണ്ട് തന്നെ തോന്നുകയാണ്. കൂടാതെ മുമ്പൊക്കെ നമ്മളെ പൂർവികർ പൊന്മള ആയാലും ഇവിടെ കോട്ടക്കൽ ആട്ടീരിയൊക്കെ ആയാലും കൃഷിക്കാരായിരുന്നു എന്ന് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട്. പിന്നെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട കച്ചവടത്തിൽ ഏർപ്പെട്ടവരായിരുന്നു. കാലക്രമത്തിൽ അവർ പിന്നീട് ബിസിനസ്സിലേക്കും പിന്നെ വിദേശത്ത് പ്രവാസികളായിട്ടും ഇപ്പോൾ വിദ്യാഭ്യാസത്തിലും ബിസിനസ്സിലും പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളെ നമ്മളെ പഞ്ചിലി കുടുംബത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാമൂഹിക സാമ്പത്തിക മേഖലകളിലും രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ എല്ലാ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന പഞ്ചിലികളെ എല്ലായിടത്തും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കോട്ടക്കലെ കാര്യം മാത്രം നോക്കുക. ഈ കോട്ടക്കൽ കുടുംബ സംഗമത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും പഞ്ചിലികൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള ഭക്ഷണം, എന്തിന് അരി ഭക്ഷണം തുടങ്ങി എല്ലാം ബിസിനസ്സുകാർ, ഇറച്ചി വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാ മേഖലകളിലും നമ്മൾ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും ഈ കുടുംബ സംഗമം പൂർണ്ണമായും പഞ്ചിലികൾ നടത്തുന്ന ഒരു കുടുംബ സംഘമാണ്. അതാണ് ഇതിൻ്റെ ഒരു അഭിമാനം. ഇതേപോലത്തെ കുടുംബ സംഗമങ്ങളാണ് പൊന്മളയിലും മറ്റെല്ലാ ഏരിയയിലും നമ്മൾ നടത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പരസ്പരം അറിയുകയും പെരുമാറുകയും തിരിച്ചറിയുകയും ചെയ്തു. ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോവാതെ ദീർഘകാലത്തേക്ക് പടച്ചോൻ തൗഫീക്ക് ചെയ്യട്ടെ, നമ്മുടെ തലമുറകൾ ഈ കുടുംബത്തെ കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു കേന്ദ്ര കമ്മിറ്റി രൂപീകരിച്ചു. ഈ കേന്ദ്ര കമ്മിറ്റിയിൽ നമുക്കറിയാം, നമ്മുടെ മൊയ്തീൻ ഹാജി സെക്രട്ടറി, അബൂബക്കർ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിയായി ഞാൻ, വർക്കിംഗ് സെക്രട്ടറിയായി അബ്ദുൽ ഷുക്കൂർ രണ്ടത്താണി, അബൂബക്കർ ഹാജി, പിന്നെ നമ്മുടെ യൂസുഫ്,
ഹമീദ് അലി, അതേപോലെ നമ്മളെ മൊഹ്സിൻ തുടങ്ങി വളരെ പ്രഗത്ഭരായ ഒരു കമ്മിറ്റി ഇതിനെ നയിക്കാൻ ഇപ്പോൾ നമുക്കുണ്ട്. എല്ലാ രംഗത്തും ഓരോ ഏരിയയിലും പ്രത്യേകം സെക്രട്ടറിമാരും പ്രസിഡന്റുമാരുമുണ്ട്. ഈ കേന്ദ്ര കമ്മിറ്റിക്ക് നമ്മൾ വ്യക്തമായ ഒരു ബൈലോ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങളും മറ്റും യാതൊരു പ്രയാസവും കൂടാതെ സുതാര്യമായി എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ട്. നമ്മളെ അരീക്കോട് ഏരിയയിലും അതേപോലെ നമ്മളെ പാലേമാട് ഏരിയയിൽ 55-ാം മൈലിൽ തുടങ്ങിയ വിവിധ ഏരിയകളിൽ നമ്മൾ ഈ 6 മാസത്തിനുള്ളിൽ തന്നെ ചെറിയ രീതിയിൽ സാമ്പത്തിക സഹായം നൽകി. സൗജന്യ നിയമസഹായം ആവശ്യമുള്ളവർക്ക് അങ്ങനെ നൽകിയിട്ടുണ്ട്. ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും മറ്റു കുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുടുംബസംഗമം നടത്തി രണ്ടാമത്തെ സംഗമത്തിൽ അടിച്ചു പിരിഞ്ഞ ധാരാളം സംഗമങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിന് വ്യത്യസ്തമായി ഇതിൽ രാഷ്ട്രീയമോ മതമോ സംഘടനകളോ ഇല്ലാതെ, സംഘടനാ വ്യത്യാസമില്ലാതെ പഞ്ച്ലി എന്ന ഒറ്റക്കെട്ടിലൊരു ബ്രാൻഡിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് ഇപ്പോഴും ഇത് കൊണ്ടുപോകാൻ കഴിയുന്നതെന്ന് ഞാൻ പറയുകയാണ്. അത് നമ്മളിൽ എല്ലാവരും ഓർക്കണം. സംഘടനാ വ്യത്യാസങ്ങളോ രാഷ്ട്രീയ വ്യത്യാസങ്ങളോ ഇതിലില്ല. ഇതിലെല്ലാവരും ഉണ്ട്. ഇതിൽ പഞ്ച്ലിയാളുണ്ട്. ഇതിൽ മാർക്സിസ്റ്റേറിനോ ലീഗോ കോൺഗ്രസോ സുന്നിയോ ജമാഅത്തോ മുജാഹിദോ ഇല്ല. ഇതിലുള്ളത് പഞ്ച്ലിയാണ്. ആ പഞ്ച്ലിയുടെ ഒറ്റ ബ്രാൻഡിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ വിജയവും. അത് നമ്മൾ മറക്കരുത്. അതേപോലെ നമ്മൾ കണ്ടെത്തിയ 500ഓളം കുടുംബങ്ങളുണ്ട്. ഓരോ ഏരിയകളിലും അവരുടേതായ കഴിവുകളും പിന്നെ അവർക്ക് അവരുടെ വീക്ക്നെസ്സുകളുമുണ്ട്. മൊത്തത്തിലുള്ള കേന്ദ്ര കമ്മിറ്റി അതാത് ഏരിയകളിൽ ഇടപെട്ട് ആ കഴിവുകളും വീക്ക്നെസ്സുകളും പരസ്പരം പങ്കുവെച്ച് ഓരോ ഏരിയയും പരസ്പരം സഹവർത്തിത്വത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. കൂടാതെ നമ്മുടെ കുടുംബക്കാർക്കിടയിലുള്ള ഈ കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മുടെ കുടുംബക്കാർക്കിടയിൽ ഉണ്ടാകാവുന്ന മദ്യം, മയക്കുമരുന്ന്, സ്ത്രീധനം, ആർഭാട വിവാഹം തുടങ്ങി ശൈശവ വിവാഹം തുടങ്ങിയ എല്ലാ തിന്മകൾക്കെതിരെയും ശക്തമായ പ്രചരണം നടത്തിക്കൊണ്ടാണ് കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ട പരിപാടികൾ നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാരുടെ സഹായത്തോടെ നമ്മളെ കമ്മിറ്റി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ആ കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. അതേപോലെ നമ്മളെ പ്രവാസികളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മളെ കുടുംബത്തിൽ ധാരാളം പ്രവാസികളുണ്ട്. ഈ പ്രവാസികളിൽ പലരും ഇപ്പോൾ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഉള്ള പുതിയ നിയമങ്ങളൊക്കെ കർശനമായപ്പോൾ പലർക്കും കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു, പലർക്കും തിരിച്ചു വരേണ്ട അവസ്ഥയുണ്ട്. ഇത്തരം ധാരാളം കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് കുടുംബത്തിൻ്റേതായ പൊതുവായ ഒരു തൊഴിൽ സംരംഭം വിദ്യാഭ്യാസ മേഖലയിലോ വ്യവസായ മേഖലയിലോ അല്ലെങ്കിൽ സർവീസ് മേഖലയിലോ ആരംഭിക്കാൻ കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ഭാവിയിൽ ആസൂത്രണം ചെയ്യട്ടെ. മടങ്ങി വരുന്ന നമ്മളുടെ പ്രവാസികൾക്കും മറ്റു സുഹൃത്തുക്കൾക്കും തൊഴിൽ നൽകാനും പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അത് ആലോചിക്കട്ടെ എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ നിങ്ങളോട് ഉണർത്തുകയാണ്. അതേപോലെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം, കൂടുമ്പോൾ കലഹിക്കുന്നതല്ല കുടുംബം. നമുക്കറിയാം നമ്മളെ കുടുംബം എന്ന് പറയുന്നത് നമ്മളെ മലപ്പുറം ജില്ലയിൽ 2 കുടുംബ കോടതികളുണ്ട്. പല ജില്ലയിലും ഒരു കുടുംബ കോടതിയുള്ളൂ. മലപ്പുറം ജില്ലയിൽ 2 കുടുംബ കോടതിയുണ്ട്. അപ്പോൾ ഒരിക്കൽ മലപ്പുറം കുടുംബ കോടതിയിലെ ജഡ്ജിയുമായി സംസാരിക്കേണ്ട ഒരു അവസരം ഉണ്ടായപ്പോൾ എന്താണ് ഈ കുടുംബ കോടതിയിൽ ഇത്രയധികം കേസുകൾ എന്ന് അന്നത്തെ ഒരു മോഹനൻ എന്ന് പറഞ്ഞ ജഡ്ജിയുമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയണേ, നിങ്ങൾ കലഹിക്കുന്നത് കൊണ്ടാണ് ആ കേസുമായി നിങ്ങൾക്ക് എൻ്റെ മുന്നിൽ വരേണ്ടത്. അതുകൊണ്ടാണ് ഈ നമ്മുടെ നിയമങ്ങളുമായോ ശരീഅത്തുമായോ ഒക്കെ ബന്ധങ്ങളില്ലാത്ത ആളുകൾക്ക് നമ്മളെ കുടുംബ കേസുകളിൽ വിധി പറയാനും ആ കുടുംബം പിരിച്ചുവിടാനും നമ്മളെ കുട്ടികളെ അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് കൊടുക്കാനും ഒക്കെ കേസ് കൂടേണ്ട അവസ്ഥ ഉണ്ടാവുന്നത് നമ്മളെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മളെ കമ്മിറ്റികൾ അതാത് ഏരിയ കമ്മിറ്റികൾ ഇടപെട്ട് അത് പരിഹരിക്കണം. നമ്മളെ കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെയുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും അതാത് ഏരിയ കമ്മിറ്റികൾ ഇടപെട്ട് പരിഹരിക്കണം എന്നെല്ലാം പറയാനുണ്ട്. ഏതായാലും ഈ കുടുംബ സംഗമം ഒരു വലിയ വിജയമാണ്. ഇതിൻ്റെ സംഘാടക മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ഇനിയും ധാരാളം ആളുകൾ വരും. എന്തായാലും ഒരു വലിയ വിജയമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും നമ്മുടെ കോട്ടക്കൽ ഏരിയ കമ്മിറ്റിക്ക് അർപ്പിക്കുകയാണ്.
അതോടൊപ്പം ഇനിയും ധാരാളം ആളുകൾ സംസാരിക്കാനുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ കുടുംബ സംഗമം ബിസ്മി ചൊല്ലിക്കൊണ്ട് ഞാൻ സർവശക്തൻ്റെ തിരുനാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട ആജി മൂസ സാഹിബ് അവറുകളെ, ഈ സംഗമത്തിന് സ്വാഗതം ആശംസിച്ച പഞ്ചളി യൂസുഫ് സാഹിബ് അവറുകളെ, കിറാഹത്തോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാന്യനായ അക്ബർ അലി സഖാഫി അവറുകളെ, വേദിയിലും സദസ്സിലുമായി ധന്യമാക്കിയ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാരെ, നേതാക്കളെ, വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടുത്തെ പഞ്ചളി സംഗമത്തെ അനുഗമിച്ചെത്തിയ നേതാക്കന്മാരെ, വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാരെ, ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ ഉദ്ഘാടകൻ ആരിസ് സൂചിപ്പിച്ചതുപോലെ ഈ സംഗമത്തിന് തുടക്കം കുറിക്കുകയും കേരളത്തിൽ എല്ലാ ഭാഗത്തും ഇതിൻ്റെ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും ഏരിയ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് അവിടെ ഇതുപോലെയുള്ള സംഗമങ്ങൾ നടത്തിക്കൊണ്ട് ഈ കുടുംബത്തെ മുഴുവനും കണ്ടെത്തി പരിചയപ്പെടുക എന്നുള്ള ഒരു സതുദ്ദേശത്തോടു കൂടി തുടക്കം കുറിച്ച സംഗമം അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ കൊണ്ട് ഈ കുടുംബത്തിൽ നിന്ന് മറഞ്ഞുപോയ കാരണന്മാരുടെ ആ നന്മ ചെയ്ത കരങ്ങളുടെ വർക്കത്ത് കൊണ്ട് കണ്ടെത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ അഭിമാനപൂർവം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് ഈ രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്ത, ഈ രാജ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗം ചെയ്ത മഹാപുരുഷന്മാർ, നമ്മളെ മുൻഗാമികൾ നമ്മളെ മുമ്പിലായി നടന്നു പോയിട്ടുണ്ട്. അവർക്കൊക്കെ അവരുടെ ആ പരലോക ജീവിതം അല്ലാഹു ധന്യമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ മക്കള്, നമ്മളെ മറ്റുള്ള ബന്ധുമിത്രാദികളൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തും അധ്വാനിച്ചും ഈ കുടുംബത്തെ പോറ്റുവാനും ഈ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും പോയവർ പ്രയാസമനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അവരുടെ ആ പ്രയാസങ്ങൾ അള്ളാഹു പറഞ്ഞ നല്ലൊരു കാര്യം ചെയ്യുന്ന ആളുകളുടെ ബർക്കത്ത് കൊണ്ട് അവർക്കെല്ലാവർക്കും അള്ളാഹു അതർഹിക്കുന്ന വിധത്തിലുള്ള സലാമത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ അവസരം കൊടുക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റിയൊക്കെ വളരെ വിശദമായി പറയുകയുണ്ടായി. ആരംഭത്തിൽ തന്നെ ഇതിൻ്റെ നേതാക്കന്മാർ പറഞ്ഞു വരാറുള്ളത്, നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മളെ കുടുംബത്തോടുള്ള ബാധ്യതകൾ ചെയ്യുവാനുണ്ട്, ആ ബാധ്യത നിറവേറ്റണം എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇവിടെ പറഞ്ഞല്ലോ ധൂർത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ധൂർത്ത്? ഒരു ഭക്ഷണം കൊടുത്ത് ആളുകളെ ക്ഷണിച്ച് ഭക്ഷിപ്പിക്കുന്നതല്ല ധൂർത്ത്. നേരെ മറിച്ച് ആ ഭക്ഷണങ്ങൾ വേസ്റ്റാക്കി കളയുന്ന വിധത്തിലുള്ള ആ ധൂർത്തുകളാണ് ആ ധൂർത്തായിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ കുടുംബത്തിൽ ഒരു പരിപാടികൾ നടത്തുമ്പോൾ വളരെ ചിട്ടയോടുകൂടി, വളരെ അച്ചടക്കത്തോടുകൂടി ആ ധൂർത്തിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് നടത്തണമെന്ന് കുടുംബത്തോട് ആവശ്യപ്പെടുകയാണ്. അവിടെ നമ്മൾക്ക് ഒരു കാര്യം ചിന്തിക്കുവാനുള്ളത്, ധൂർത്ത് എന്ന് പറയുമ്പോൾ പിശുക്ക് കാണിക്കുക എന്നുള്ളതല്ല. ധൂർത്ത് കൊണ്ടിരിക്കുന്നത് ആർഭാടങ്ങളിൽ നിന്ന് ഒഴിവാകുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് മിതത്വം പാലിക്കണമെന്നാണ്. എന്ന് വെച്ച് എല്ലാവരും ഒന്നും ചെയ്യണ്ട, ഒന്നും കൊടുക്കണ്ട എന്നല്ല. ഓരോരുത്തരുടെ ഗതനുസരിച്ച്, അവരുടെ ജീവിത നിലവാരമനുസരിച്ച് ആ പ്രവർത്തികളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അമിതമായി പോകരുത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്.
അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബം കർഷകരായി ഇവിടെ വന്നു. പഴയ കാലം തൊട്ട് തന്നെ വാണിജ്യ വിതരണത്തിലും മുന്നേറിയവരാണ് എന്ന് നമുക്ക് കണ്ടെത്തും. ഇന്ന് വിദ്യാഭ്യാസപരമായും മറ്റുള്ള എല്ലാ നിലയിലേക്കും ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനിയും വളരുന്ന തലമുറകൾക്ക് വിദ്യാഭ്യാസപരമായി അവരുടെ ഭൗതികപരമായും മതപരമായുള്ള എല്ലാ നിലക്കുള്ള വിദ്യാഭ്യാസ രംഗത്തേക്കും ഈ മക്കളെ നടത്തിക്കേണ്ടുന്ന ഒരു ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യത നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഒക്കെ നമ്മുടെ ഈ സംഗമം കൊണ്ട് ഉദ്ദേശിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയാം, നമ്മുടെ കുട്ടികളിൽ കൊണ്ടുവരുന്ന ഈ നാടുകളിൽ കണ്ടുവന്നിരിക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മളെ മക്കൾ വേറിട്ട് നിൽക്കേണ്ടതുണ്ട്. ഇവിടെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതുപോലെയുള്ള ഓരോരോ കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മുടെ മുതുകിലെത്തുന്ന നമ്മുടെ മാധ്യമങ്ങൾ, നമ്മളെ പത്രകോളങ്ങൾ കുടുംബത്തോടൊന്നിച്ച് വാഴിക്കുവാൻ പോലും ലജ്ജിക്കുന്ന വിധത്തിലുള്ള വാർത്താ മാധ്യമങ്ങൾ ദിനേന നമ്മുടെ വീടുകളിൽ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ തലതാഴ്ത്തേണ്ട ഒരവസരം നമുക്ക് വരികയാണ്. നമ്മളെ മക്കൾ, നമ്മളെ വളരുന്ന തലമുറ, നമ്മളെ യുവാക്കൾ, നമ്മളെ വിദ്യാർത്ഥികൾ അത്തരം കാര്യത്തിലേക്ക് പോകുന്നത് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ജീവിത നിലവാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണ്. ആ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മുടേതായ പങ്ക്, നമ്മുടേതായ എല്ലാ മേഖലയിലുള്ള ആ പങ്ക് വഹിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്കാവശ്യമായ പങ്ക് വഹിച്ചുകൊണ്ട് നാം ജീവിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ നമ്മൾ നിറവേറ്റേണ്ടതുണ്ട്. ഇന്ന് അണുകുടുംബങ്ങളായി മാറുന്നു. തൊട്ടടുത്തുള്ളവരെ അറിയപ്പെടുന്നില്ല, തൊട്ടടുത്തുള്ള കുടുംബങ്ങളെ പോലും അറിയുന്നില്ല. അടുക്കളയിലുള്ളവർ കേക്കോർത്തിരിക്കുന്ന ആളുകളെ അറിയാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത്. കുടുംബങ്ങൾ ഒന്നിച്ചുകൊണ്ട് കുടുംബത്തിന്റെ പ്രാധാന്യവും ആ കുടുംബത്തിന്റെ വിലയും നമുക്ക് മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിക്കപ്പെടുന്നു, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിടത്തൊക്കെ തന്നെ നിങ്ങളെ കുടുംബ ബന്ധവും നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. പ്രവാചകൻ അതേ കാര്യത്തിൽ നമ്മോട് ഒരുപാട് മാതൃകാപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കുറഞ്ഞ സമയം കൊണ്ട് ഇവരെ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ അത് വ്യക്തമായി പറയുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ, നമ്മൾ ഈ കുടുംബവും മറ്റുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബങ്ങളിൽ നിന്ന് നമ്മളെ കുട്ടികൾ നമ്മളെ പ്രായമെത്തിയ ആളുകളെ സന്ദർശിക്കുകയും അവരെ വീടുകൾ സന്ദർശിച്ചുകൊണ്ട് കുടുംബത്തെ നിനക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തെ അറിയണമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമ്മുടെ പ്രായം ചെന്ന ആളുകൾ, നമ്മളെ പ്രായം ചെന്ന സഹോദരിമാരൊക്കെ അവർ ജീവിക്കുമ്പോൾ അവർ സമാശ്വസിപ്പിക്കുവാനും അവർക്ക് ആശ്വാസം പകരുവാനും കുടുംബ സന്ദർശനം ഉപകരിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഞാൻ ഒരിക്കൽ രോഗിയായി കിടന്നപ്പോൾ എന്നെ നീ സന്ദർശിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ പ്രവാചകനോട് പറയുകയാണ്, അല്ലയോ അള്ളാഹുവിന് എങ്ങനെ സോക്കേട് വന്നു? അള്ളാഹു തന്നെ പറയുന്നു, അള്ളാഹ്ക്കല്ല സോക്കേട്, നിന്റെ അയൽവാസി അല്ലെങ്കിൽ നിന്റെ ബന്ധു, നിന്റെ സഹോദരി, നിന്റെ സഹോദരൻ വാർദ്ധക്യ സഹജമായ രോഗത്തിൽ കിടക്കുമ്പോൾ ആ രോഗിയെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കലാണ് അള്ളാഹു അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മറ്റൊരു കാര്യം നമുക്ക് ചെയ്യുവാനുള്ളത്, ഇവിടെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ സംഗമത്തിന് മുമ്പ് തന്നെ ഒരുമയോടുകൂടി അഭിപ്രായങ്ങൾ ഒന്നുമില്ലാത്ത വിധത്തിൽ ഒറ്റ നേതൃത്വത്തിന്റെ നെയ്യിൽ അണിനിരന്നത് കൊണ്ട് ഈ പഞ്ചിലി കുടുംബത്തിന് അവരോട് സഹകരിച്ചവർക്കും ഒരുപാട് കാര്യങ്ങൾ ഈ രാജ്യത്ത് ഏറ്റവും ഉത്തമമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിപ്പിച്ചത് സ്വാഗത പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി. അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസപരമായ കുട്ടികൾ വളരേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, അവരെന്തെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് കുടുംബ സംഘം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ പിതാമഹാന്മാർ മരണപ്പെട്ടു പോയതിൻ്റെ പേരിൽ വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നാഥനില്ലാത്തൊരവസ്ഥ വന്നു പോകരുത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കുടുംബങ്ങളായ നമ്മുടെ മക്കളെ, നമ്മുടെ ആൺമക്കളെയും പെൺമക്കളെയും അവർക്ക് വേണ്ടുന്ന ഗണകളെ കണ്ടെത്തി അത് കൂട്ടിച്ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടി ഈ കുടുംബ സംഗമം അത് പരിശ്രമിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മളെ ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റുമ്പോൾ മാത്രമേ ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ ഇമ്പമുള്ള കുടുംബമാവുകയുള്ളൂ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുപോലെ തന്നെ നമുക്ക് ചെയ്യുവാനുള്ള മറ്റൊരു പല കാര്യങ്ങളും നമുക്കുണ്ട്. പല ഭാഗത്തും നമ്മളെ ആളുകൾ യത്തീമുകളായ കുട്ടികൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. അത്തരം യത്തീമുകളായ കുട്ടികളെ, യത്തീമിനെ സംരക്ഷിക്കുക എന്ന ആ പ്രതിഫലത്തെ പറ്റി പ്രവാചകൻ പറയുന്നുണ്ട്. ആ യത്തീമുകളെ സംരക്ഷിക്കുന്നവൻ ആക്കഥ ഇപ്രകാരമാണ്, ഞാനും ആ കുട്ടികൾ സംരക്ഷിച്ച ആളും സ്വർഗത്തിൽ 2 വിരൽ എപ്രകാരമാണോ ചേർന്ന് നിൽക്കുന്നത് അപ്രകാരമായിരിക്കുമെന്ന് പ്രവാചകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയത്? നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതാണ്. മൈക്കട മുമ്പിൽ നിന്ന് പറയുവാനോ അല്ലെങ്കിൽ സംഘടനാപരമായി പറയുവാനോ അല്ല. ഇത് നമ്മുടെ സമൂഹത്തിൽ നടപ്പിലാക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് മറ്റുള്ളവരെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ ഞാൻ മാത്രമേ ജീവിക്കുന്നുള്ളൂ, ഞാൻ മാത്രം ജീവിച്ചാൽ മതി, ഈ ലോകത്തുള്ള സൗകര്യങ്ങളൊക്കെ എനിക്ക് മാത്രം ആസ്വദിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നതിന് പകരം എൻ്റെ പിറകിൽ ഒരു കുടുംബമുണ്ട്, ആ കുടുംബത്തിൽ പ്രയാസങ്ങളുണ്ട്, ആ പ്രയാസങ്ങൾ അകറ്റേണ്ടത് എൻ്റെ ബാധ്യതയാണ് എന്ന ആ ബാധ്യത നിറവേറ്റപ്പെടാതിരിക്കുമ്പോഴാണ് ഈ സ്വാർത്ഥത എന്ന് പറയുന്ന പൈശാചികമായ സ്വഭാവം നമ്മളിൽ കടന്നു വരുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ അവരെ ആശ്വസിപ്പിക്കുകയും അതുപോലെ തന്നെ വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ട് അവർ സംരക്ഷിക്കപ്പെടേണ്ടത് ഈ മനുഷ്യ സമൂഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ബാധ്യതയാണ്. ഐശ്വര്യമുള്ള ഒരു കുടുംബമായി മാറണമെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലെയും നമ്മൾ ഇടപെടേണ്ടതുണ്ട് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന് ഈ പഞ്ചിലി കുടുംബത്തിന് എല്ലാ ഭാഗങ്ങളിലെയും ഒരു ഡാറ്റ ഉണ്ടായിരിക്കണം. ആ കുടുംബത്തിലെ ഓരോ കാര്യങ്ങളെയും നമ്മൾ അറിഞ്ഞുകൊണ്ട് ആരൊക്കെയാണ് ആ കുടുംബത്തിൽ വിദ്യാഭ്യാസമുള്ളവർ, വിദ്യാഭ്യാസം ലഭിക്കാതെ പോയവർ എങ്ങനെയുണ്ട്, എന്തുകൊണ്ട് വിദ്യാഭ്യാസം കിട്ടാതെ പോയി എന്നുള്ള വിവരമായ ഒരു വിവരശേഖരണ കണക്ക് ഉണ്ടായാൽ ആ കുടുംബത്തിന് അവരെ ഉന്നമതിയിലേക്ക് എത്തിക്കുവാനുള്ള പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ കഴിയും. നമ്മൾക്ക് അനുവദിക്കപ്പെട്ട സമയം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധം കൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കുടുംബത്തിൻ്റെ സമഗ്രമായ വികസനവും അവരുടെ ആരോഗ്യപരമായും വിദ്യാഭ്യാസപരമായും ഭൗതിക മതവിദ്യാഭ്യാസപരമായ ഉയർച്ചയ്ക്ക് വേണ്ടി ഈ കുടുംബത്തെ അതിൻ്റെ വഴികാട്ടിയാകും. അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് യാതൊരുവിധ പ്രയാസവും ഉണ്ടാവുകയില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ഈ കുടുംബ സംഗമം ഉപകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കുടുംബ സംഗമം അള്ളാഹു നമ്മോട് കൽപ്പിക്കപ്പെട്ട ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്നെ നിങ്ങൾ സൂക്ഷിക്കണം. അതോടൊപ്പം പറഞ്ഞു, നിങ്ങളെ കുടുംബത്തെ നിങ്ങൾ കൂട്ടിച്ചേർക്കുകയും വേണം. ആ കൂട്ടിച്ചേർക്കൽ ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മെ പടച്ച് പരിപാലിക്കുന്ന റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് നൽകുമെന്നുള്ളത് കൊണ്ട് ഈ കുടുംബത്തിനെയും ഈ കുടുംബത്തിൻ്റെ പങ്കാളികളെയും ഇരു വീട്ടിൽ നീ വിജയിപ്പിക്കണേ നാഥ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റസിയ മൊയ്തീൻകുട്ടി ഹാജി കാച്ചടിപ്പാറ, ജംഷീദ ടീച്ചർ, ഡോക്ടർ ഉപഹാരം നൽകുന്നത് ഷഹല ടീച്ചർ, ഡോക്ടർ ഓഫ് പഞ്ചളി മൊയ്തീൻ. സൈഡിലിരിക്കുന്ന പുരുഷന്മാരെ ഒന്ന് മുന്നിലേക്ക് കയറിയിരിക്കണം. ആയിക്കോട്ടെ സാറേ. അടുത്തതായി മുർഷിദ ബീഗം കോട്ടക്കൽ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين. أما بعد، قال الله سبحانه وتعالى: واتقوا الله الذي تساءلون به والأرحام. صدق الله العلي العظيم. وقال رسول الله صلى الله عليه وسلم: لا يدخل الجنة قاطع رحم. صدق رسول الله صلى الله عليه وسلم. മൂസ ഹാജി അവരുടെ പരിചയപ്പെടുത്തൽ പ്രസംഗം നടത്തിയ മൊയ്തീൻ സാഹിബ് അവരുടെ സ്വാഗത പ്രസംഗം ചെയ്ത യൂസുഫ് പഞ്ചളി, അതുപോലെ തന്നെ
ഈ വേദിയിലും സദസ്സിലുമുള്ള കാരണവന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, കുട്ടികളെ, വളരെ പ്രധാനമായ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബസംഗമം. നമ്മുടെ പഞ്ചിളി കുടുംബത്തിൽ ഉള്ള ആളുകളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടി പരിചയപ്പെടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഈ നടത്തപ്പെടുന്ന പരിപാടി വളരെ നല്ലൊരു പരിപാടിയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് സ്വാഗത പ്രസംഗം മുതൽ മറ്റുള്ള പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ വിശദമായി കേട്ട് മനസ്സിലാക്കിയതാണ്. പരസ്പരം സഹായിക്കുക തുടങ്ങിയുള്ള പല കാര്യങ്ങളും ഇവിടെ നമ്മുടെ പ്രവർത്തകർ പല ആളുകൾക്കും അതുപോലെ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മരണപ്പെട്ടു പോയ ജാബിർ എന്ന് പറയുന്ന ആ കുട്ടിയുടെ വീടിൻ്റെ പണി പൂർത്തിയാക്കി കൊടുത്തു. അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് മാരകമായ രോഗമുണ്ടായിട്ട് വെല്ലൂരിലേക്ക് കൊണ്ടുപോകണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശമനുസരിച്ച് അതിന് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്ത് വെല്ലൂരിലും തിരുവനന്തപുരത്തൊക്കെ കൊണ്ടുപോയി വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത്, പക്ഷെ അള്ളാഹുവിൻ്റെ വേണ്ടുക എന്ന് കരുതാം, ആ കുട്ടി മരണപ്പെടുകയാണ് ചെയ്തത്. ഇതുപോലെയുള്ള പല പരിപാടികളും പല സഹായങ്ങളും ചെയ്യുവാനുള്ള ഒരു പരിപാടിയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. തന്നെയുമല്ല, സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ള സഹോദരന്മാരെ സഹായിക്കുവാനും അതുപോലെ വിവാഹകാര്യങ്ങളിൽ വിവാഹം ചെയ്തു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ സഹായിക്കുവാനും ഈ വിവാഹങ്ങൾ തന്നെ പരസ്പരം അത് അന്വേഷിച്ച് അത് നടപ്പിൽ വരുത്താനും ഇങ്ങനെ ഈ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഈ കുടുംബത്തെ വിജയിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലക്ഷ്യങ്ങളെല്ലാം വിജയിപ്പിച്ച് തരുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, കുടുംബം യോജിച്ചു പോകുന്നതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. നിങ്ങൾ അള്ളാഹുവിനെയും സൂക്ഷിക്കണം, കുടുംബബന്ധത്തെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് നിങ്ങൾ തഖ്വ ചെയ്യണം. തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി. അള്ളാഹു തആല കൽപ്പിച്ചതായ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഇതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ജീവിക്കുന്നതോടുകൂടി നിങ്ങളുടെ ആ കുടുംബത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ആ കുടുംബബന്ധം മുറിച്ച് കളയാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിമിൻ. കുടുംബബന്ധത്തെ മുറിച്ച് കളയുന്ന ആളുകൾ, കുടുംബമായി ബന്ധപ്പെടാതെ കുടുംബമായി പിണങ്ങി നിൽക്കുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുടുംബങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി വളരെ സൗഹാർദ്ദത്തോടു കൂടി കഴിയേണ്ടതാണ്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും പരസ്പരം പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ യോജിപ്പിലെത്തിക്കുവാൻ ഈ കമ്മിറ്റി ശ്രമം നടത്തുന്നുണ്ട്. അതും വളരെ അത്യാവശ്യമായ കാര്യമാണ്. ആരും പിണങ്ങി നിൽക്കരുത്. കുടുംബമായി പിണങ്ങി നിൽക്കുന്നവർ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും കൂടി ഇതുപോലെ ഒരു ക്ലാസ് സംഘടിപ്പിച്ച് അവിടെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന അവസരത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുടുംബബന്ധം പാലിക്കുന്നതിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുടുംബങ്ങളുമായി പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവർ ഇവിടെ ഇരിക്കാൻ പാടില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവപൂർവ്വം പറഞ്ഞപ്പോൾ ആ സദസ്സിൽ നിന്ന് ഒരാൾ ഉടനെ തന്നെ എഴുന്നേറ്റ് പോവുകയാണ്.